ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ പ്രത്യേകിച്ച് വർക്കൊന്നും കാണിക്കുന്നില്ല, പക്ഷേ ഇതേമാതിരി തന്നെ ടിപ്സാണല്ലോ. ആ ടിപ്സ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. അത് ചെയ്തു വെച്ചൊരു വർക്ക് കാണിച്ചു തരാം. അതായത് ഒരുപാട് വർഷം മുന്നേ എൻ്റെ കയ്യിലൊരു പ്ലൈവുഡ് ഉണ്ടായിരുന്നു. അത് സൈസ് 2x2, അത്രയും വലുപ്പത്തിലൊരു പ്ലൈവുഡ്. ഞാനത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ചെയ്ത് കുറേ നേരം കുനിഞ്ഞിരുന്ന് ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ബാക്കിലോട്ടൊക്കെ ചെയറിൽ ചാരി ഇരുന്ന് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ക്യാൻവാസൊക്കെ ഇതിൽ ഫിക്സ് ചെയ്തിട്ട് നമ്മൾ വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളൊരു ക്യാൻവാസ് പൊട്ടി പിടിച്ചവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അതൊന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് അതിൻ്റെ മേലെ ഞാൻ കുറച്ച് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് പെയിൻറ്റ് ചെയ്തൊരു ആർട്ട് പീസാക്കി വെക്കാൻ വേണ്ടിയിട്ടല്ല, നമുക്ക് ഇനി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. കാരണം മറ്റേത് ഓൾഡായിരുന്നു, അപ്പോൾ അതിനൊന്ന് ഫ്രഷ് ആക്കാൻ വേണ്ടി ചെയ്തതാണ്. ആ വർക്ക് പക്ഷേ നമുക്ക് പോർട്ടലും മറ്റ് ക്യാൻവാസിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ആക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു വർക്കാണ്. അത് കാണിച്ചു തരാനാണ്. അതെങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞു തരാം. അപ്പോൾ ഞാൻ ആ വർക്ക് ചെയ്ത ആ ഷീറ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഷീറ്റ്. ഇത് 2x2 ഇതിൻ്റെ സൈസ്. കളറൊക്കെ ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ വരുമ്പോൾ എങ്ങനെയും മനസ്സിലാവില്ല. റെഡും ഇതിൽ ചെയ്തിരിക്കുന്ന വർക്ക് റെഡും ബ്ലാക്കും വെച്ചിട്ടുള്ളൊരു കോമ്പിനേഷനിൽ ഞാൻ ഫസ്റ്റ് അടിച്ചു വെറുതെ. അത് എൻ്റെ കയ്യിൽ വേസ്റ്റ് ആയിരിക്കുന്ന കട്ടയായി തുടങ്ങിയ ഒരു ഏകദേശം നന്നായി ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാനത് കംപ്ലീറ്റ് ഫ്ലാറ്റ് ബ്രഷ് എടുത്തിട്ട് ഇതിൽ ഒരു 2 കൊട്ട് അടിച്ചിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, അത് കംപ്ലീറ്റ് ഡ്രൈ ആവുന്നതിന് മുന്നേ തന്നെ ഞാൻ സാധാരണ നമ്മൾ ക്യാരി ബാഗ്, പ്ലാസ്റ്റിക് ക്യാരി ബാഗ് ചുരുട്ടിയിട്ട് ഞാൻ ആ കളറിൽ മുക്കിയിട്ട്, അപ്പോൾ അതിൽ വീണ്ടും ഞാൻ എന്ത് ചെയ്തു, റെഡിലും യെല്ലോ ആണ് എടുത്തത്. മറ്റേ റെഡും ബ്ലാക്കും ആണെങ്കിൽ ഇത് റെഡും യെല്ലോയും വെച്ചിട്ട് നിറയെ സ്പോഞ്ച് കൊണ്ട് ഈ പ്ലാസ്റ്റിക് ക്യാരി ബാഗ് വെച്ചിട്ട് വെറുതെ ഡാബ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ഡിസൈൻ കിട്ടി. ഇതിപ്പോൾ നമുക്ക് ഡിസൈൻ എവിടെ എക്സിബിറ്റ് ചെയ്യാനോ ഒന്നുമല്ല, ഇത് നമുക്ക് പിന്നെ വെച്ച് വരയ്ക്കാൻ വേണ്ടിയിട്ട് തന്നെ ആ ബോർഡിനെ ഇങ്ങനെ ചെയ്യും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇത് വാർണിഷൊന്നും ചെയ്യില്ല, ഇത് ഇങ്ങനെ തന്നെ ഇരിക്കും. അപ്പോൾ നമുക്കൊരു സ്മൂത്ത്നെസ്സും കിട്ടി, ഓൾഡ് ലുക്കും പോയി. പിന്നെ ഇതിൻ്റെ മറ്റേ സൈഡ് ഞാൻ കാണിച്ചു തരാം. അതിന് ഞാൻ എന്ത് ചെയ്തു, ഒരു പേപ്പർ കൊളാഷ് വർക്ക് മാതിരി. ഇതിന് എക്സാക്റ്റ് ഇനിയും ഉണ്ട് ശരിക്കും ഇതിൽ വർക്ക്. ഇതിൽ ഞാൻ ചിലപ്പോൾ ഇതിൽ വേറെ ടൈപ്പ് പെയിൻറ്റിങ് ചെയ്തുവിടാമെന്നില്ല. അങ്ങനെയാണെങ്കിൽ അടുത്ത ഏതെങ്കിലും ഒരു വർക്കിന് വരുമ്പോൾ ഒരു എപ്പിസോഡിൽ ഇതിലെങ്ങനെ പെയിൻറ്റ് ചെയ്യാമെന്ന് കാണിക്കും. മറ്റത് വെറുതെ സ്പോഞ്ച് വെച്ചിട്ട് എല്ലാവർക്കും, ചെറിയ കുട്ടിക്ക് പോലും ചെയ്യാവുന്നതേ ഉള്ളൂ. അതിൽ തന്നെ നമുക്ക് വെജിറ്റബിൾസ് വെച്ചിട്ടൊക്കെ വേണമെങ്കിൽ ലേഡീസ് ഫിംഗറൊക്കെ വെച്ചിട്ട് വെറുതെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ നല്ല ഡിസൈൻസ് കിട്ടും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങളുടെ കയ്യിൽ വേസ്റ്റ് പീസുകൾ ഉണ്ടാവും. അതല്ലെങ്കിൽ നിങ്ങൾക്കതൊരു മെത്തേഡായിട്ട് തന്നെ പോർട്ടലോ, പിന്നെ ആദ്യം കാണിച്ച ഡിസൈൻ വർക്ക് പോർട്ടലും ക്യാൻവാസിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ആക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഇങ്ങനെയാണ് കേട്ടോ കാണുന്നത്. ഇത് കംപ്ലീറ്റ് ഇങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ ചെയ്തു. കാരണം അല്ലെങ്കിൽ ഇത് റഫായി കിടക്കുകയാണെങ്കിൽ നമ്മളെ മേലിൽ ഇങ്ങനെ മുട്ടുമ്പോൾ ഒരു അസ്വസ്ഥത ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ ചെയ്തു. ഫ്രണ്ടിൽ ബാക്ക്ഗ്രൗണ്ട് അല്ല, ബാക്കിൽ അങ്ങനെ ചെയ്തു. ഫ്രണ്ടിൽ ഞാൻ ഇങ്ങനെയും ചെയ്തു. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതേമാതിരി തന്നെ കമൻറ്റ് ചെയ്യണം. ഇത് സിമ്പിൾ ട്രിക്കാണ്, പക്ഷേ എല്ലാവർക്കും അതൊന്ന് ചെയ്ത് നോക്കിയാൽ അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവും. കാരണം പഴയൊരു സാധനത്തിന് നമുക്ക് പോർട്ടാണെങ്കിൽ ഇത് തന്നെ ചെയ്യാൻ പറ്റും. എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ചെയ്യുന്നുണ്ടെങ്കിൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു സോ മച്ച്. അടുത്ത ഒരു എപ്പിസോഡിൽ ഇതേമാതിരി ഏതെങ്കിലും ഒരു പുതിയ ട്രിക്സുമായിട്ട് വരാം. ഓക്കെ, താങ്ക് യു. ഇത് വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് കളറിന് കുറച്ചൊരു വ്യത്യാസമുണ്ട് കേട്ടോ. പക്ഷെ കളർ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാമല്ലോ. വൈറ്റും യെല്ലോയും, വൈറ്റ്, ബ്ലൂ, പിങ്ക്, ഏത് കളർ വേണമെങ്കിലും നമുക്ക് ഉപയോഗിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇത് ക്യാൻവാസിൻ്റെ എന്താ പറയുക, ബാക്ക്ഗ്രൗണ്ടായിട്ട് നമുക്ക് പല വർക്കിനും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി അതല്ലെങ്കിൽ വേറെ എളുപ്പ വഴി ഇതിൽ തന്നെ, ഇപ്പോൾ ഇത് ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല, ഇതിൽ വേണമെങ്കിൽ നിറയെ ബട്ടർഫ്ലൈസ് കൊടുത്താലും നല്ല ഭംഗിയായിരിക്കും. അല്ലെങ്കിൽ ഇതിൽ തന്നെ നമുക്ക് നല്ല മരങ്ങൾ വരച്ചു കൊടുത്താലും നല്ല രസമുണ്ടായിരിക്കും. എല്ലാവരും ചെയ്ത് നോക്കുക. താങ്ക് യു.